സൈനികരെ, അതായത് ഇന്ത്യക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന സൈനികരെ അധിക്ഷേപിക്കാൻ ഒരു മടിയുമില്ലാത്തവരാണ് കോൺഗ്രസ്സുകാർ. പലപ്പോഴും അവർ അത് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ 2014 BJP സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് പട്ടാളക്കാർക്ക് അതായത് അവരെ ആക്രമിക്കുന്നവരെ തിരിച്ചടിക്കാൻ പോലും ഉള്ള അനുവാദം കോൺഗ്രസ് സർക്കാർ നൽകിയിരുന്നില്ല എന്ന് പല പട്ടാളക്കാരും പറയുന്നത്, മേജർ രവി അടക്കം പറയുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ പട്ടാളത്തെ, ഇന്ത്യൻ സൈന്യത്തെ അവഹേളിച്ചതിന്റെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സമൻസ് വന്നിരിക്കുകയാണ്. അതായത് കേന്ദ്ര സർക്കാർ കൃത്യമായ നിലപാട് രാഹുൽ ഗാന്ധിക്കെതിരെ സ്വീകരിച്ചു. ഇന്ത്യൻ പട്ടാളക്കാരെ തൊടാൻ ഒരുത്തനെയും അനുവദിക്കില്ല എന്നുള്ള ശക്തമായ നിലപാട് തന്നെയാണ്. എന്താണ് ഇതിൽ ഇന്ത്യൻ സൈന്യത്തെ, ഇന്ത്യക്ക് വേണ്ടി കാവൽ നിൽക്കുന്നവരെ അപമാനിക്കാൻ കോൺഗ്രസിന് ഇത്ര തിടുക്കമുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രാജ്യരക്ഷ എന്ന് പറയുന്നത് പട്ടാളക്കാരുടെ കൈകളിലാണ്. അതുകൊണ്ട് പൊതുവെ രാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രങ്ങൾ, ആ ദേശീയ രാഷ്ട്രങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ദേശസ്നേഹത്തിലൂന്നിയതും അതേപോലെ തന്നെ ആ ദേശസ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടുള്ള പട്ടാളത്തിലൂന്നിയതായിട്ട് മാറി നിൽക്കാറ്. അപ്പോൾ പട്ടാളത്തെ സംരക്ഷിക്കുകയും പട്ടാളത്തിനൊപ്പം നിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാണ് ആ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ, അത് ഭരണത്തിലിരിക്കുന്നവരായാലും ഭരണത്തിന് പുറത്തുള്ളവരായാലും സ്വീകരിക്കാൻ പാടുള്ളൂ. കാരണം പട്ടാളത്തിൻ്റെ മനോധർമ്മം, അതിനെ ശക്തിപ്പെടുത്തുക, അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് അവരെ ആർക്കും ചോദ്യം ചെയ്യാനായിട്ടുള്ള അധികാരമില്ല എന്നവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൈനിക രാഷ്ട്രങ്ങളിൽ പട്ടാളക്കാരെ അങ്ങനെയാണ്. പട്ടാളക്കാരെ എല്ലാവരെയും ഉപദ്രവിക്കും, തോന്നിയാസങ്ങൾ കാണിക്കും, ബലാത്സംഗം ചെയ്യും, പല കാര്യങ്ങളും ചെയ്യും. പക്ഷേ അവരാരും ചോദ്യം ചെയ്യില്ലെന്ന്. പക്ഷേ നമ്മളിതുപോലുള്ളൊരു ജനാധിപത്യ രാഷ്ട്രത്തിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ അനുവദിക്കാറില്ല. എന്നാലും പട്ടാളത്തിന് ഒരു ഉന്നതമായിട്ടുള്ള സ്ഥാനം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഉന്നത സ്ഥാനം അവർക്ക് കൽപ്പിച്ചു കൊടുക്കുന്നത് അവരുടെ മനോനില ഉയർത്തി നിർത്തുന്നതിനും അതേപോലെ തന്നെ രാജ്യത്തോടുള്ള കൂറ് ശക്തമാക്കി വെക്കുന്നതിനും വേണ്ടിയിട്ടാണ്. മാത്രമല്ല, അവർ എപ്പോഴും ആ ഒരു ആത്മരതിയിൽ തന്നെ ജീവിക്കേണ്ടതാണ് എന്ന് കരുതിയിട്ടാണ്. എന്നാൽ അതിന് വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ രാജ്യത്ത് ഉടലെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ജനങ്ങൾ അല്ലെങ്കിൽ പ്രക്ഷോഭകാരികൾ ചിലപ്പോൾ പട്ടാളത്തിനെതിരായിട്ടൊക്കെ കലാപങ്ങളുണ്ടാകും. ഇപ്പം മണിപ്പൂരിൽ ഒരിടയ്ക്ക് വലിയ തരത്തിൽ പട്ടാളത്തിനെതിരെ ജനങ്ങൾ സംഘടിക്കുകയും സമരം ചെയ്യുകയും പട്ടാളത്തിൻ്റെ മുമ്പിൽ തുണിയഴിച്ച് അവർ പ്രതിഷേധ പ്രകടനം നടത്തുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതായിട്ടുള്ള. അപ്പോൾ പട്ടാളത്തിൻ്റേതായിട്ടുള്ള സ്റ്റാറ്റസ് കോ ഉണ്ട്. ആ സ്റ്റാറ്റസ് കോയിനൊപ്പം നിന്ന് ആണ് അവർ പ്രവർത്തിക്കേണ്ടത്. ഇപ്പോൾ BJP ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് BJP ഗവൺമെൻറ്റിൻ്റെ ഒരു വീഴ്ചയായിട്ടാണ് അരുണാചൽ പ്രദേശിലെ സംഭവങ്ങളെ കോൺഗ്രസ് കണ്ടത്. അതിൻ്റെ പേരിൽ BJP ഗവൺമെൻറ്റിനെ അവർ വിമർശിക്കും. BJP ഗവൺമെൻറ്റിനെ അവർക്ക് വിമർശിക്കാം, പക്ഷേ അവർ പട്ടാളത്തിൻ്റെ ആത്മവീര്യം തകർക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താൻ പാടില്ല. ഇതാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള കേസിൻ്റെ അടിസ്ഥാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എപ്പോഴും ഇവ കാര്യങ്ങൾ വരുന്ന സമയത്ത് രാഷ്ട്രീയ നേതൃത്വം വളരെ പക്വതയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും തന്നെ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. കാരണം എന്താ പറ്റും, ഇത് ഇവർ ഇമേജിനെ ബാധിക്കുന്നതാണ്. ഈ കേസെടുക്കുകയും ആ കേസ് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സമയത്ത് BJP കോൺഗ്രസിനെതിരെ ഉയർത്താൻ പോകുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഇവർ ദേശദ്രോഹികളാണ് എന്നാണ്. പട്ടാളത്തെ ആക്ഷേപിച്ച, അപഹസിച്ച രാഹുൽ ഗാന്ധി ദേശദ്രോഹിയാണ്, രാജ്യദ്രോഹിയാണ്. രാജ്യദ്രോഹ കുറ്റം ചുമത്തിപ്പോലും ചിലപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസ് വരാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോഴത്തെ കേസ് കുറച്ചും കൂടി കഴിയുന്ന സമയത്ത് അത് ഒന്നുകൂടി എന്ത് ചെയ്യും, റീനോവേറ്റ് ചെയ്തിട്ട് മാറ്റി അതിങ്ങനെ ആക്കി കൂടായില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതിൻ്റെയൊക്കെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ എപ്പോഴും പ്രതിപക്ഷത്തു നിന്ന് പ്രവർത്തിക്കുന്നതായിട്ടുള്ള പാർട്ടിയുടെ അവർക്കൊരു ശ്രദ്ധയുണ്ടായിരിക്കും. ദേ ഷുഡ് ബി വെരി കെയർഫുൾ എബൌട്ട് ദെയർ സ്റ്റേറ്റ്മെൻറ്റ്. അവരുടെ പ്രസ്താവനകളെക്കുറിച്ച് അവർക്ക് വലിയ ഒരു ഉത്തരവാദിത്വ ബോധവും ശ്രദ്ധയും വേണം. കാരണം ഒരു പ്രസ്താവന എന്ന് പറയുന്നത് വാവിട്ട് പോകുന്ന വാക്ക് അടങ്ങിയ സാധനമാണ്. അത് ഏത് രീതിയിലും വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ളതായ സാധനമായി വരാൻ പാടില്ല. അതിന് കൃത്യമായിട്ടുള്ള ഒറ്റ അർത്ഥം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് അവർക്കെതിരെ ബൂമറാങ് പോലെയായി മാറും. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രശ്നം അങ്ങനെ തന്നെയാണ്. രാഹുൽ ഗാന്ധി ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള വാക്ക് അദ്ദേഹത്തിനെതിരെയായിട്ട് ഉപയോഗിക്കപ്പെടുകയും അദ്ദേഹത്തിനെതിരെ കേസ് വരികയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയമാണ് പിന്നിലുള്ളത്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇവിടെ രാഷ്ട്രീയത്തിൽ നിന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്ന വാക്കുകളെ
എങ്ങനെയൊക്കെ ആയിരിക്കാം ഉപയോഗിക്കപ്പെടുക അല്ലെങ്കിൽ ദുരുപയോഗിക്കപ്പെടുക എന്നറിഞ്ഞിട്ട് വേണ്ടി പ്രവർത്തിക്കാൻ. ഇല്ലെങ്കിൽ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ രാജ്യത്തുള്ള ആരും നമ്മളുടെ സൈന്യത്തെ അപഹസിച്ചുകൊണ്ട് സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ ചൈനയെ എപ്പോഴും പൊക്കി പറയാൻ രാഹുൽ ഗാന്ധിക്ക് ഭയങ്കര തിടുക്കവും അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റും ഒക്കെയാണ്. ചൈന എന്ന് പറയുമ്പോൾ സാധാരണ CPM-നാണ് ചങ്കിലെ ചൈന എന്നൊക്കെ പറയുന്നത്. പക്ഷേ അവരെക്കാട്ടിലും സ്നേഹം കൂടുതലാണ് കോൺഗ്രസ്സുകാർക്ക്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക്. അപ്പോൾ ചൈനീസ് പട്ടാളം ഇന്ത്യൻ സൈനികരെ അടിച്ച് നിലംപരിശാക്കി നിയന്ത്രണ രേഖയിൽ 2022 ജോഡോ യാത്രക്കിടെ രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഇങ്ങനെയായിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ സമൻസ് വന്നിരിക്കുന്നത്. ഈ പൊതുവിൽ രാഹുൽ ഗാന്ധി പറയുന്ന വാക്കുകൾ, അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ പപ്പു എന്നൊക്കെ അധിക്ഷേപിച്ച് BJP തന്നെ പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പോരാടണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇടയ്ക്ക് രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന ഇറക്കി. അത് വലിയ രീതിയിൽ ചർച്ചയായി. രാഹുൽ ഗാന്ധിക്ക് തന്നെ തിരിച്ചടിച്ചു. ഒരു ഇത്രയൊക്കെ പ്രായമായിട്ടും ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ നയിക്കാനുള്ള കഴിവില്ലായ്മ, എന്ത് പറയണം, എവിടെ, എങ്ങനെ, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ നോക്കിക്കാണുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് അദ്ദേഹം നന്നാവാൻ ശ്രമിക്കാത്തത്? അല്ല, അത് നമ്മളങ്ങനെ ചോദിക്കുമ്പോഴേ എന്താണ് ഈ നന്നാവൽ എന്നൊക്കെ ഉള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ രാഷ്ട്രീയ നേതാക്കളിൽ ബഹുഭൂരിപക്ഷം ആളുകളും അശ്രദ്ധയോടുകൂടി പലപ്പോഴും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് അവർ സംസാരിക്കുന്നതായിട്ടുള്ള അവരുടെ സംഭാഷണങ്ങൾ അവർക്ക് തന്നെ എതിരായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അത് മാറണം. അത് മാറണമെങ്കിൽ രാഷ്ട്രീയത്തിൽ വളരെ ഔദിത്യമുള്ള ഉന്നതമായ രീതിയിൽ പ്രഭാഷണം നടത്തുന്ന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഇറക്കുന്ന സംസാരിക്കുന്ന വ്യക്തികൾ മാറേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ പണ്ട് പ്ലേറ്റോ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഒരു ഭരണാധികാരി ഒരു ഫിലോസഫർ കിങ് ആയിരിക്കണം എന്നാണ് പ്ലേറ്റോ പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഭരണാധികാരി ദാർശനികമായിട്ടുള്ള മുഖമുള്ളവനായിരിക്കണം. ഒരു വിഷയത്തെ ദാർശനികമായിട്ട് സമീപിക്കാൻ, എന്നുവെച്ചാൽ ഒരു ഫിലോസഫിക്കൽ ആറ്റിറ്റ്യൂഡ് ആ കാര്യത്തിലുണ്ടെങ്കിൽ മാത്രമാണ് അവരെ എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വ്യക്തിത്വമായിട്ട് അവർക്ക് തന്നെ അവരെ മാറ്റിയെടുക്കാനായിട്ട് കഴിയുള്ളൂ. അത് പക്ഷേ ഇവരങ്ങനെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ഏത് രാഷ്ട്രീയ നേതാവ് എടുത്താലും ആ രാഷ്ട്രീയ നേതാവ് ഇടയ്ക്കെന്തെങ്കിലുമൊക്കെ അബദ്ധം വിളിച്ചു പറഞ്ഞ് വലിയ കോലാഹലങ്ങൾക്കത് ഇരയായിത്തീരുന്നു അല്ലെങ്കിൽ മാർഗമായി മാറിത്തീരുന്നു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഈ പപ്പു എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത് BJPയുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. കാരണം നിരന്തരമായിട്ട് ഇങ്ങനെ ഇയാൾ കഴിവില്ലാത്തവനാണ്, ഒരു ബോധമില്ലാതെ സംസാരിക്കുന്ന ഒരുത്തനാണ്, ഒരു വ്യക്തിത്വം ഇല്ലാത്തവനാണ് എന്നൊക്കെ പറഞ്ഞ് അത് അങ്ങനെ സ്ഥാപിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണ്. അപ്പോൾ അങ്ങനെ അത്രമാത്രം കഴിവില്ലാത്ത ഒരാളായിട്ട് നമ്മൾ രാഹുൽ ഗാന്ധിയെ വിലയിരുത്തുന്നത് ശരിയല്ല. രാഹുൽ ഗാന്ധിക്ക് പല കഴിവുകളുണ്ട്. പക്ഷേ അദ്ദേഹം ഉപയോഗിക്കുന്നതായിട്ടുള്ള വാക്കുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ അത് ആയുധമായി മാറും എന്ന് കരുതാനായിട്ടുള്ള ഒരു ബോധ്യം അദ്ദേഹം എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത് BJPയുടെ ഒരു സ്ട്രാറ്റജി അതാണ്. മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് അതിനെതിരെ കേസെടുക്കുക, അങ്ങനെ കേസെടുത്ത് ആ കേസിൽ കുടുക്കി ശരിപ്പെടുത്തുക. അത് എപ്പോഴും രാഷ്ട്രീയത്തിൻ്റെ ഒരു പോളിസിയായിട്ട് മാറിയിരിക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനായിട്ടുള്ള ശേഷി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരം കുടുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയുള്ളൂ. രാഹുൽ ഗാന്ധിക്ക് കഴിയാതെ പോകുന്നതും അതുതന്നെയാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരുപാട് നാളുകളായി പല സൈസ് പ്രശ്നങ്ങളായി അദ്ദേഹത്തിനെതിരെ നിരന്തരം നിരവധി കേസുകൾ പല സ്ഥലത്തും ഉണ്ടാകുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഒരിക്കൽ പോലും കേസ് വരാൻ പറ്റാത്ത തരത്തിലുള്ള സംഭാഷണങ്ങൾ മാത്രം നടത്തിയായിരിക്കും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനും അദ്ദേഹത്തിനും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും.